പറഞ്ഞാൽ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിനും UDF-നും ഏറ്റവും ശക്തിയുള്ള കേന്ദ്രമാണ് മൂന്നിയൂര്. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പെരുവള്ളൂർ കഴിഞ്ഞാൽ പള്ളിക്കൽ ഒക്കെ വളരെ ശക്തിയുള്ള ഇതാണ്. ഇപ്പം ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചേലേമ്പ്രയും തേഞ്ഞിപ്പലവും ഒക്കെ അതിനോട് കിടപിടിക്കുന്ന രൂപത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഈ സംഘാടനവും ഇതൊക്കെ കണ്ടപ്പോൾ ഈ വള്ളിക്കുന്നിനെ മൂന്നിയൂരിനെയും പെരുവള്ളിനെയും മറികടക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എൻ്റെ ഭയം ഉണ്ടെങ്കിലും അങ്ങനെ കടക്കുകയാണെങ്കിലും അതെനിക്ക് സന്തോഷമാണ്. ഞാനിപ്പോൾ മണ്ഡലത്തിൻ്റെ ഞാൻ മൂന്നിയൂർക്കാരനല്ല, വള്ളിക്കുന്ന് മണ്ഡലക്കാരനായി മാറിയിട്ടുണ്ട്. ഏതായിരുന്നാലും നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിനനുകൂലമായൊരു സാഹചര്യം ഇവിടെയുണ്ട്. ആ സാഹചര്യം 10 വർഷമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ദുർഭരണമാണ്. ആ ദുർഭരണത്തിൽ പൊറുതിമുട്ടി നിൽക്കുന്ന ജനങ്ങൾ എവിടേക്കാണ് ഞങ്ങൾക്കൊരു സാന്ത്വനം? അത് VD സതീശനിലാണ്, UDF-ലാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ചേലാമ്പ്രയിലെ ജനാധിപത്യ വിശ്വാസികൾ ഉയർന്നു പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ടും ഇങ്ങനെ മനോഹരമായ രീതിയിൽ ഈ കൺവെൻഷൻ സംഘടിപ്പിച്ച ചേലാമ്പ്ര പഞ്ചായത്ത് UDF കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നിങ്ങളുടെ കൺവെൻഷൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ദേവദാസേട്ടൻ, പ്രിയപ്പെട്ട ഉദ്ഘാടകൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഷാജി, പ്രിയപ്പെട്ട അമീദ് മാഷ്, പഞ്ചായത്ത് പ്രസിഡന്റ്, UDF-ൻ്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ വളരെ ദിവസങ്ങൾക്ക് മുമ്പേ ആഗ്രഹിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ട MLA-യുടെ ഒരു പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട്. മാത്രമല്ല ഈ പഞ്ചായത്തിലെ 2 വാർഡ് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഡിവിഷനിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വരേണ്ട ഒരു കടമ കൂടിയുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ MLA-യോട് പറഞ്ഞു, ഇവിടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. 2000 മുതൽ 2005 വരെയുള്ള ആളുകളുടെ ചരിത്രമാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പുതുമുഖമായിട്ടുള്ള ആളുകൾക്ക് പ്രിയപ്പെട്ട TV എന്താ ഞങ്ങളൊക്കെ സ്നേഹത്തോട് വിളിക്കുന്ന TV തന്നെയാണ്. പലപ്പോഴും പല ആളുകളും ഒരു കേടുവന്ന TV തലയിൽ വെച്ചുകൊണ്ട് നടന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുള്ള മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ജനകീയനായിട്ടുള്ള നേതാവിനെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയത്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, 10 വർഷക്കാലം ഞങ്ങളുടെ ജനപ്രതിനിധിയായിരുന്നു പ്രിയപ്പെട്ട TV. ആ 10 വർഷക്കാലം നമ്മൾ പ്രതിപക്ഷത്തായിരുന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എനിക്ക് കൊണ്ടോട്ടിയിൽ പരിപാടിയുണ്ട്, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എത്തണം. എന്നാലും പ്രിയപ്പെട്ട TV 10 വർഷത്തെ പ്രതിപക്ഷ MLA എന്ന നിലയിൽ ഞാൻ വെറുതെ പറയുന്നല്ല, ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പറയാണെന്ന് കരുതണ്ട. UDF-ന്റെ വേദിയിലാണല്ലോ പറയുന്നത്. നിങ്ങളൊന്ന് പോയി പരിശോധിക്കുക. കേരളത്തിലെ 140 MLA-മാരിൽ പ്രതിപക്ഷ MLA-യും ഭരണപക്ഷ MLA-യും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ. ആ പ്രതിപക്ഷ MLA-മാരിൽ കൊണ്ടോട്ടിയിലെ വികസനത്തിന്റെ കണക്കൊന്നെടുത്താൽ ഭരണകക്ഷിയിൽപ്പെട്ട MLA-ക്കാൾ ഏറെയുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടോട്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം അതിനു വേണ്ടി മിടുക്കനാണ്. സ്വാഭാവികമായിട്ട് പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ഉള്ള ഈ വേദി വെച്ച് നമുക്ക് എന്തെങ്കിലും ഫണ്ട് കിട്ടിയാൽ നമ്മളതിൻ്റെ പിറകിൽ പോകും. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വരെ, കൃത്യമായി അത് നിർവഹിക്കുന്നത് വരെ പോകും. ഒരു MLA എന്ന നിലയ്ക്ക് തൻ്റെ മണ്ഡലത്തിൽ വരുന്ന വികസന പ്രവർത്തനങ്ങളുടെ പിറകിൽ പോയി അല്ലെങ്കിൽ കിട്ടാൻ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളവിടെയുള്ള ഒരു കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട്, കുടിവെള്ളം ജലജീവനുമായി ബന്ധപ്പെട്ട ശാശ്വതമായിട്ടുള്ള പരിഹാരം കുടിവെള്ളത്തിന് കണ്ടിട്ടുണ്ട്. എന്നാലും ചെറിയൊരു പദ്ധതി, കൊന്നാരി കുടിവെള്ള പദ്ധതി എന്ന് പറയുന്ന 2.5 കോടി രൂപയുടെ ഒരു പദ്ധതി ഇന്ന് രാവിലെ അവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ AXC എന്ന് വിളിച്ചു പറഞ്ഞു. അത് DPR സമർപ്പിച്ചിട്ടുണ്ട്. MLA-യോടും MP-യോടൊക്കെ ഒന്ന് പറയണം. VT മുഹമ്മദ് ബഷീർ സാഹിബാണ് ഞങ്ങളുടെ MP. MLA-യോട് പറഞ്ഞു. MLA എന്ന് പറഞ്ഞ MLA അതിൻ്റെ തലപ്പത്തി നിൽക്കുന്ന നൂഹ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ വിളിച്ചു പറഞ്ഞോളാം, അവരുടെ പ്രസ്സിംഗ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നടക്കും. അങ്ങനെ ഫയലിൻ്റെ പിറകിൽ പോയി കൃത്യമായി നമ്മുടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ 10 വർഷക്കാലത്തിനടക്കം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവെൻഷൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. ഞാൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. ആ പഞ്ചായത്തിന്റെ UDF-ന്റെ ചെയർമാനാണ്, ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഐക്യജനാധിപത്യ മുന്നണിയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഘടകകക്ഷികളും ഉൾപ്പെടുന്നതാണ് മുന്നണി എന്ന് പറയുന്ന ഐക്യജനാധിപത്യ മുന്നണി.
അതിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോടും സഹപ്രവർത്തകരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ തമ്മിലുള്ള ഒരു പ്രശ്നവും ഇന്ന് ജില്ലക്കകത്തോ പ്രാദേശിക തലത്തിലോ ഇല്ല. ഇനി ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഐക്യത്തോടു കൂടി ടീം UDF എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, നമുക്ക് നൽകേണ്ട പരിഗണന, ഇത് കോൺഗ്രസ്സുകാരോടാണ് കേട്ടോ, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് പറയാണ്, നമുക്ക് എങ്ങനെയാണോ ഒരു MLA നിന്ന് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് മത്സരിക്കുന്നത്, നമുക്കൊരു ആശങ്ക ഉണ്ടാവും, നമ്മളൊക്കെ പരിഗണിക്കുമോ, അല്ലെങ്കിൽ നമ്മളെ കണ്ടാൽ മിണ്ടുമോ, നമ്മൾ എന്തെങ്കിലും ഒന്ന് പോയി പറഞ്ഞാൽ നടക്കുമോ എന്നൊക്കെ പറയുന്ന ആളുകളുടെ അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആശങ്കയുണ്ടെങ്കിൽ അനുഭവം കൊണ്ട് പറയുകയാണ്, ഞങ്ങളെ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരെയും ചേർത്ത് പിടിക്കാൻ നമ്മൾ പോയി പറയുന്ന കാര്യം അത് ലീഗിനോട് ചോദിക്കട്ടെ എന്നോ അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിൽ ആലോചിക്കട്ടെ എന്ന ഒരു സംസാരം പ്രിയപ്പെട്ട TV ഈ കാലം വരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് നൽകേണ്ട അർഹപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇനി നമുക്ക് വികസന കാര്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള ഫണ്ടുകൾ ഒക്കെ ലഭിക്കണമെങ്കിൽ TV നമുക്ക് നേരിട്ട് പറയാം. ഇനി ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരുള്ള പ്രവർത്തകർ, ഇത് നേതാക്കന്മാരുടെ കാര്യമാണല്ലോ പറഞ്ഞത്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ആശങ്ക വേണ്ട. ഇവിടെ കയറി വരുന്നതിന് മുമ്പ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ള TV അങ്ങനെയുള്ള വിശാല മനസ്സിൻ്റെ ഉടമയാണ്. നിങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തോട് എന്തും പറയാം. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിൽ, സങ്കടങ്ങളിൽ അദ്ദേഹം നേരിട്ടെത്തുന്ന ഒരു ജനപ്രതിനിധിയാണ്. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെ സാധാരണക്കാരൻ്റെ വേദനയും മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന് പറഞ്ഞല്ലോ, സിൻഡിക്കേറ്റ് അംഗം, അതുപോലെ തന്നെ പൂക്കോട്ടൂര് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെ കടന്നു വന്നുകൊണ്ട് 10 വർഷക്കാലം ജനപ്രതിനിധിയായി അദ്ദേഹം അവിടെ ഞങ്ങളുടെ ഇടയിൽ വസിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ജനകീയനായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ 10 വർഷക്കാലത്തെ വികസന കാര്യങ്ങളിൽ ഒരുപാട് വികസനങ്ങൾ, വിദ്യാഭ്യാസ മേഖലകളിൽ, ആരോഗ്യ മേഖലകളിൽ, അതുപോലെ തന്നെ ദുരിതം വിതച്ച കാലമുണ്ടായിരുന്നു. നമ്മുടെ പ്രളയവും അതുപോലെ തന്നെ കൊറോണയും അടക്കം കോയാക്ക് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സാന്ദർഭികമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. കൊറോണ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ചാലിയാറിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ വെള്ളം കയറി ദുരിതം അനുഭവിച്ച സമയത്ത് ഒരു MLA എന്ന് നോക്കാതെ മുണ്ടുമടക്കി കുത്തി നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മുടെ കുടുംബത്തിനോടൊപ്പം നിന്ന് നമ്മുടെ സങ്കടത്തിലും പ്രയാസത്തിലുമൊക്കെ ദുരിതത്തിലുമൊക്കെ നമ്മോടൊപ്പം ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നേതാവാണ് TV ഇബ്രാഹിം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഭരണം പോവുകയാണ്, യാതൊരു സംശയമില്ല. ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭരണം നടത്തുമ്പോൾ ഒരു ഭരണകക്ഷിയുടെ MLA ആയി ഞങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ ആ ഭാഗ്യം നിങ്ങൾക്കാണ് ലഭിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഇവിടെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനൗൺസ് ചെയ്യുന്നതോടുകൂടി വള്ളിക്കുന്നാകട്ടെ കൊണ്ടോട്ടിയാകട്ടെ നമ്മുടെ ജനപ്രതിനിധിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു ഉത്സാഹത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ നിൽക്കാനും പാടില്ല, നമ്മൾ പ്രവർത്തിക്കണം. ആ പ്രവർത്തനമൊക്കെ നടത്തുമ്പോഴും അദ്ദേഹം കൊണ്ടോട്ടിയുടെ ജനപ്രതിനിധിയായി വരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഭരണകക്ഷിയുടെ MLA ആയി അദ്ദേഹത്തെ കിട്ടുമായിരുന്നു. കാരണം 10 വർഷക്കാലം അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ MLA ആയിരുന്നു. ആ പ്രതിപക്ഷത്തിന്റെ ഒരു സങ്കടവും പ്രയാസവും ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം കാണിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു നേതാവാണ് ഇവിടെ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾക്കൊക്കെ ഒരു ബാധ്യതയുണ്ട്. നമ്മളൊക്കെ ജയിച്ചിട്ടുള്ള ആളുകൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വീട് വീടാന്തരം കയറി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടാണ് നമ്മളൊക്കെ ജയിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തിരിച്ചു ചെയ്യാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആ പ്രവർത്തനത്തിൽ ഉണ്ടാവണം. ഇവിടെ ആ രാഷ്ട്രീയമല്ല, ത്രിതല പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കഴിച്ചാൽ ജില്ലാ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വോട്ടുകളാണ് നമുക്ക് ലഭിക്കാറ്. അവിടെയാണ് രാഷ്ട്രീയമായി ലഭിക്കുമ്പോഴും ഈ കേരളത്തിന്റെ കണക്കെടുത്താൽ, കേരളത്തിന്റെ കണക്ക് നേരത്തെ സാജി സൂചിപ്പിച്ചത് അത് സെമി ഫൈനൽ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഇത് ഫൈനൽ പോരാട്ടമാണ്. അങ്ങനെ കണക്കെടുത്താൽ പോലും ബഹുഭൂരിപക്ഷത്തിൽ 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന സംശയമില്ല. അപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള മത്സര പോരാട്ടത്തിൽ
രാഷ്ട്രീയപരമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മെനിയാന്നാണ് ആദ്യമായിട്ട് തിരുവല്ലയിൽ പോയിട്ട് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി സമ്മേളനത്തിൽ പോകുന്നത്. ആ പത്രസമ്മേളനത്തിൽ എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയപരമായി ഈ 10 വർഷക്കാലം ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ട് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ആ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഒരു പ്രവർത്തകൻ, CPM-ന്റെ പ്രവർത്തകൻ, ഒരു ചോദ്യമുണ്ട് എന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി പറയടാ എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. നമ്മൾ കണ്ടതല്ലേ ഒരു ജനകീയത. ഇവിടെ ഇന്നലൊക്കെ കാണുന്ന ഒരു 2 വീഡിയോ ഉണ്ട്. ഉമ്മൻചാണ്ടിയും പിണറായിയും 2 വേദികളിൽ സംസാരിക്കുന്ന വീഡിയോ. പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ വീട്ടിൽ പോയി പറയടാ എന്ന് പറയുകയും ഉമ്മൻചാണ്ടി സംസാരിക്കുമ്പോൾ അതിന് മറുപടി കൊടുത്ത് അവരോടൊപ്പം പുഞ്ചിരിച്ച് ചിരിക്കുന്ന ഒരു ഭരണകർത്താവ് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് നമ്മുടെ മുന്നിൽ നിന്ന് കടന്നുപോയി. അങ്ങനെയുള്ള ഒരു ഭരണാധികാരി ഈ കേരളത്തിൽ ധാർഷ്ട്യമുള്ള അഹംഭാവമുള്ള ആ പണ്ടാറടങ്ങാൻ ആ പിണറായി വിജയൻ ഒന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന ആളുകൾ, അതിന്റെ അനുഭവസ്ഥര ഞാൻ 4600 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചെന്ന സ്ഥലത്ത് 3 ഇരട്ടി 12400 വോട്ടിനാണ് ഞാൻ വിജയിച്ചിട്ടുള്ളത് സർവശക്തന്റെ അനുഗ്രഹത്താൽ. അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ വോട്ട് മാത്രമല്ല, ലീഗിന്റെയും കോൺഗ്രസിന്റെയും മുഴുവൻ വോട്ടുകളും പെട്ടിയിലായതിനു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പോലും നമ്മുടെ പെട്ടിയിലേക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കയറി വന്നത്. വല്ലാതെ മാജിക്കൊന്നും അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോട് CPM-മാരെ കണ്ടാൽ വോട്ട് ചോദിക്കണം. അവരെ കണ്ട് കൈപിടിച്ച് ഒറ്റക്കാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് വോട്ട് ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു CPM-കാരനാണെന്ന് വിചാരിച്ച് നമ്മൾ അവരെ മാറ്റി നിർത്തണ്ട. കാരണം അവര് നമുക്ക് ചെയ്യാൻ തയ്യാറാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതലായിട്ടുള്ള ബഹുഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ഒരു ഡിവിഷനകത്ത് മത്സരിച്ച ഞാനും ജില്ലാ പഞ്ചായത്തിന്റെ അംഗങ്ങളും ത്രിതല പഞ്ചായത്തിന്റെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ ഈ പിണറായി വിജയനെ ഇവിടുന്ന് ഇറക്കണം എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു പ്രവർത്തകർ CPM-നകത്തുണ്ട്. CPM-ന്റെ അകത്തുള്ള ആളുകൾ പോലും നമ്മൾ വരണം എന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരുടെ വീടുകളിലേക്ക് നമ്മൾ കയറി ചെല്ലാൻ തയ്യാറാകണം. അവരോട് വോട്ടുകൾ ചോദിക്കണം. ഈ ത്രിതല പഞ്ചായത്തിൽ ലഭിച്ച വോട്ടുകൾ ഈ നിയമസഭയ്ക്കും PV ഇബ്രാഹിം ഉൾപ്പെടെയുള്ള 140 നിയോജക മണ്ഡലം നടക്കും. കേരളത്തിലെ ചിത്രം നിങ്ങൾ കാണുന്നില്ലേ? എന്താണ് പയ്യന്നൂരിലൊക്കെ ഫാത്തിമ തഹ്ലിയൊക്കെ പേരാമ്പ്രയിലൊക്കെ നടത്തുന്ന പോരാട്ടം? എത്ര സ്ത്രീകൾ, കുട്ടികൾ, നാദാപുരം ഉൾപ്പെടെ കൊയിലാണ്ടി ഉൾപ്പെടെ നമ്മൾ എഴുതി തള്ളിയിട്ടുള്ള നമുക്ക് ലഭിക്കില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്ന മണ്ഡലങ്ങളിൽ പോലും അടിച്ചു കയറി വരുന്ന ഒരു ചിത്രം ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്നും നമ്മുടെ പഞ്ചായത്ത് കൺവെൻഷനുകളും ബ്ലോക്ക് ബൂത്തുകളുടെ കൺവെൻഷനുകൾ നമ്മൾ എത്തിയിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുമ്പായി ഈ 140 നിയോജക മണ്ഡലത്തിലും വളരെ ചുരുങ്ങിയ സീറ്റിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒഴിയുകയും CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പിണറായി വിജയൻ മാറും നമ്മളല്ല പറയുന്നത്. ഇടതുപക്ഷം നമ്മളൊക്കെ പൊതുപ്രവർത്തകരല്ലേ? ആ പൊതുപ്രവർത്തകർ കേൾക്കുന്നതല്ലേ, നമ്മൾ കാണുന്നതല്ലേ? അങ്ങനെയുള്ള ഒരു ജനതയ്ക്ക് മുന്നിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾ ലാഘവത്തോട് കാണരുത്. അത് ഞാൻ പറഞ്ഞത്. പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചാൽ ആ സ്ഥാനാർത്ഥി വിജയിക്കുന്ന മണ്ഡലമാണിത്. കൊണ്ടോട്ടി ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സീറ്റുകൾ ഉൾപ്പെടെ. പക്ഷേ ജയിക്കുമെന്ന് കരുതി വീട്ടിൽ നിൽക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി BJP-യുടെ ആളുകളെ പോലെ വോട്ട് ചോദിക്കാൻ നമ്മൾ ചോദിക്കണം. എല്ലാവരും ചോദിക്കണം. കാരണം ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരെയും BJP-യുടെ പ്രവർത്തകർക്കുമുണ്ട്. അവർ മൈക്ക് കെട്ടി പറയില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒരുങ്ങിയിറങ്ങണം. കടുത്ത ചൂടാണ്, കാലാവസ്ഥ നമുക്ക് അനുകൂലമൊക്കെ ശരിയാണ്. നമ്മൾ ആ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് വീടാന്തരം കയറണം. അതുകൊണ്ട് ജനപ്രതിനിധികളും കയറണം. ഞാൻ ജനപ്രതിനിധി എന്നുള്ളത് ഒറ്റക്കാര്യം പറയാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇക്ബാൽ ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ വരുമ്പോൾ കണ്ടു. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ഇന്നലെയുമായി കണ്ടു. എന്താണ്? ഒരു പ്രാദേശിക സർക്കാരുകളുടെ ഭാഗമാണ് നമ്മളൊക്കെ. MLA-യുടെ ഫണ്ട് നിയമസഭകത്ത് നിന്ന് കിട്ടും, ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടും. സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് വ്യക്തിപരമായും ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ, പദ്ധതികൾ തയ്യാറാക്കുന്ന ഒരു ഭരണകൂടമാണ് പ്രാദേശിക സർക്കാർ എന്ന് പറയുന്നത്. പ്ലാൻ ഫണ്ട് ഉൾപ്പെടെ തനത് ഫണ്ട് പഞ്ചായത്തിന് ലഭിക്കുന്ന ബാക്കിയുള്ള ഫണ്ടുകൾ ഗവൺമെന്റ് തരുന്നതാണ്. ഇവിടെ പ്ലാൻ ഫണ്ടുകൾ 3 ഗഡുക്കളായി തരുന്ന സർക്കാർ. 3 ഗഡുക്കളായി. ഇന്നത്തെ ദിവസം ഏതാണ്? ഇന്ന് 26-ാം തീയതിയാണ്.
നിങ്ങളൊന്ന് പരിശോധിക്കും, വെറുതെ പറയല്ല. അല്ലെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും കുട്ടി സഖാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ചേലേമ്പ്ര പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലൊന്ന് പോയി വിളിച്ചാൽ മതി. പോവണ്ട, പോയിട്ട് 3-ാം ഗഡു അവിടെ ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കി. എന്നിട്ട് പറയാണ് ട്രഷറി ബാൻ ചെയ്യാൻ പോവാണ്, ബില്ലുകൾ പെട്ടെന്ന് കൊടുത്തേക്കണം. ആരാണ് ഫണ്ട് തരേണ്ടത്? പിണറായി ഗവൺമെന്റ് തരണം. ഭരണം നടത്തുന്ന ഗവൺമെന്റിന്റെ ബാധ്യതയുണ്ട്. ജയിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും സർക്കാരാണ്, എല്ലാവരുടെയും ഭരണകൂടമാണ്. ആ ഭരണകൂടത്തെ സർക്കാരുകൾക്ക്, പ്രാദേശിക സർക്കാരുകളെ സഹായിക്കാൻ എല്ലാ കാലത്തും സഹായിക്കുന്ന രീതിയിൽ 3-ാം ഗഡു തരേണ്ട സമയത്ത് പോലും തന്നിട്ടില്ല. എന്നിട്ട് പറയാണ് 2000 രൂപ പെൻഷൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ കിറ്റാണ് വരാറ്, കിറ്റ് ഇന്നലെ വന്നിട്ടില്ല. 2000 രൂപ പെൻഷൻ കൊടുക്കും. 5ന് ഗ്യാരണ്ടിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞ, ഐക്യ ജനാധിപത്യ മുന്നണി, എന്റെ പ്രിയപ്പെട്ട സഹോദരി ഉമ്മമാര് പറയേണ്ടത് അതാണ് പറയേണ്ടത്. 2000 രൂപ പെൻഷന് പകരം 2400. അക്കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4 പെൻഷൻ നമ്മൾ കൊടുത്തിരുന്നു. ഒരു വിധവ പെൻഷൻ വാങ്ങുന്ന ഒരു സ്ത്രീ, അവർ വാർദ്ധക്യമാണെങ്കിൽ ആ വാർദ്ധക്യ പെൻഷൻ അവർക്ക് കിട്ടിയിരുന്നു. കർഷക തൊഴിലാളി ഉണ്ടെങ്കിൽ കർഷക തൊഴിലാളി പെൻഷൻ അവർക്ക് കിട്ടിയിരുന്നു. അവർ വികലാംഗയാണെങ്കിൽ വികലാംഗ പെൻഷൻ കിട്ടിയിരുന്നു. ആ 4 പെൻഷൻ കിട്ടിയിരുന്ന ആളുകൾക്ക് ഒരു പെൻഷനാക്കി വർദ്ധിപ്പിച്ച് ഞങ്ങൾ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന ഇപ്പോൾ 2000 കൊടുക്കുന്ന ആളുകളോട് നമ്മൾ പറയുന്നത് 3000ആണ്. ആ 2000 കൊടുക്കുന്ന ആളുകൾ പഞ്ചായത്ത് തലത്തിലേക്ക് കൊടുക്കേണ്ട ഫണ്ടുകൾ മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക്, മരുമനും മകൾക്കും ഭാര്യയ്ക്കും വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കേണ്ട, ഒരുപാട് നേതാക്കന്മാർ സംസാരിക്കാണ്ട്. പ്രിയപ്പെട്ട ടിവിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, TV നിങ്ങളോടൊപ്പം നിൽക്കും. ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ വെറുതെ പറയുന്ന വാക്കുകളല്ല, അനുഭവം ആണ് ഗുരു എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ആ നേതാവിനെ നിങ്ങൾ നെഞ്ചോട് ചേർക്കണം. നമ്മളോടൊപ്പം ഉണ്ടാവും, നമ്മുടെ സങ്കടത്തിലുണ്ടാവും, നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അങ്ങനെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുമുള്ള ഒരു നേതാവാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അടയാളം കോണിയാണ്. കോണിയെ നിങ്ങൾക്കറിയാലോ. ഞാൻ മുസ്ലിം ലീഗിന്റെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. ചങ്കായ ചിഹ്നം കോണിയെ ചൊങ്കോടെ നെഞ്ചിലേറ്റണേ, അമ്മ ഉമ്മ പെങ്ങന്മാരെ കോണിച്ചിഹ്നം മറക്കല്ലേ. അതുകൊണ്ട് കോണിച്ചിഹ്നം മറക്കാതെ കൃത്യമായി ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാവണം. വീണ്ടും കാണാം. അഭിവാദ്യം അർപ്പിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.